അമ്മ ഇതാണ് വണ്ടി. എങ്ങനെയുണ്ട് അമ്മ? എങ്ങനെയുണ്ട്? സാറല്ലേ ഇതാ ഇതുമ്മ ഇത് ഓൾട്രേഷൻ ചെയ്തമ്മ. ബുള്ളറ്റില്ലേ മാമൻ്റെ ബുള്ളറ്റില്ലേ, അത് ഓൾട്രേഷൻ ചെയ്താണത്. മനസ്സിലായോ? ബോംബെ എനിക്കൊരു ചങ്ങായില്ലേ, ആന്ന് മൂപ്പര് വഴി നമ്മള് കൊറേ പരിപാടികളുണ്ട്. ഉമ്മ കയറും, വന്ന് പള്ളി വരെ പോയിട്ട് വരാം. അമ്മ ഒന്ന് പള്ളി വരെ കറങ്ങിട്ട് വരാം. വാ ആന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അനിയത്തി കൊണ്ടുപോകാൻ പറ്റും. കേറുമ്മ വാ. കേറ്. കുഞ്ഞോളെ ഒറ്റ ഒരുത്തി അവനെ ഇങ്ങനെ വസലാക്കണത്. എഞ്ചിനീയർ ആവാൻ പോയവനിപ്പോ വീട്ടിലിരുന്ന് എഞ്ചിൻ പണി എടുക്കാണ്. ഇഞ്ചു പണിക്കൊന്നും പോവില്ല. എന്നാ പിന്നെ ആ പള്ളിക്കെങ്കിലും വന്നൂടെ? നീങ്ങിന്നോളിന്ന് ഡോക്ടർ ഗിരിജി എവിടെയാണ്? അവിടെ ബില്ല് എന്തിനാ ഒറ്റയ്ക്ക് പോയത്? ഏട്ടനറിഞ്ഞാൽ ഇപ്പൊ അടുത്ത പ്രശ്നമാവും. ഞാൻ ബില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ താനാണല്ലേ? താനൊക്കെ എവിടെ നോക്കിയിട്ട് വണ്ടി ഓടിക്കുന്നത്? ഒന്നും പറയണ്ട, പിന്നെ അശ്രദ്ധ കൊണ്ടാ. അവനാണ് എന്നെ ഇവിടെ എത്തിച്ചത്, ഇതൊക്കെ ചെയ്തു തന്നത്. തള്ളേ, നിങ്ങൾക്കൊന്ന് നോക്കിയും കണ്ട് നടന്നൂടെ? അതിനെവിടെ നടക്കല്ലേ കഷ്ടം. മനുഷ്യനെ പേരെന്താണ്? ഇർഫാൻ. വീടോ? വെല്ലുവിളിൻ്റെ അടുത്ത്. പിന്നെ കാര്യം സംസാരിക്കാം. കാശ് ചെലവുള്ള കാര്യമാണ്. തൽക്കാലം 10,000 കൊടുക്ക്, ബാക്കി നമുക്ക് ഡീൽ ചെയ്യാം. ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. എന്തായി? ചക്ക മോടെയാണ് മോനെ, മോളോട് സംസാരിച്ച് താല്പര്യമില്ല, നേരിട്ട് ഡീൽ ചെയ്ത് പറഞ്ഞത്. അത് ശരി. ഇത്രയൊക്കെ പണിയൊപ്പിച്ചിട്ട് പിന്നെയും നെഞ്ഞത്ത് കയറാൻ വരെടാ പന്നി. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഒരാട്ടി മുന്നോട്ട് വെച്ചാണല്ലോ ഒന്നുകളി വിടറാ നായ. മനസ്സിലായി എനിക്ക്? ശ്രീകാന്തേ, നോക്കി വെച്ചോനെ. വിഷയാക്കണ്ട, നമുക്കെടുക്ക. എത്രയും പെട്ടെന്ന് ടീം മാനേജർമാർ ഗ്രൗണ്ട് ഫീ അടയ്ക്കേണ്ടതാണ്. ടീമുകളുടെ ശ്രദ്ധയ്ക്ക് എന്താ അതന്നെ അടിച്ചൂട്. ടൂർണമെന്റിലെ അടുത്ത മത്സരം
എന്താ ഈ അമ്മ. വീടിന്റെ ഏറ്റവും വലിയ എനിക്ക് ബേജാറാ. ആത്മാഭിമാനമായിരുന്നു. ആ വിവാഹം മുടക്കിയ വർഷയെ ഗൗരെ നാളെ പോയി കണ്ടാ മതി. മിണ്ടരുത്. നീ ഇപ്പോ പുറത്തേക്ക് എങ്ങനെ പോവാന്നുള്ള വാതിൽ അന്വേഷിച്ച് നടക്കാണ്. 130. കുഴപ്പമൊന്നുമില്ല കേട്ടോ. പ്രഷറൊക്കെ നോർമലാണ്. വളരെ ഉഷാറാണ്, ആരോഗ്യവതിയാണ്. നാളെ പോവാട്ടോ വീട്ടിലേക്ക്. മുറിവൊന്നും വേദനയില്ലല്ലോ? ആ ഓക്കെ. സിസ്റ്റർ അത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ശരി. അനക്ക് ബുദ്ധിമുട്ടായില്ലേ? കാപ്പി കാപ്പി കുടിക്കോ? കാപ്പി എപ്പോഴാ വന്ന? കുറച്ചു നേരം വന്നിട്ട് ഇപ്പം അമ്മ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ചന്ദ്രേട്ടൻ കുറച്ച് കുഴപ്പക്കാരനാ. എപ്പോഴാ എന്താ പറയാന്നൊന്നും അറിയില്ല. നിങ്ങളത് ഞാനപ്പം തന്നെ മറന്നു. മോനൊന്നും മനസ്സിൽ വെക്കണ്ടാട്ടാ. മാമനെ കാണാനില്ലല്ലോ അമ്മേ. എന്തെങ്കിലും തിരക്കുണ്ടാവും, ഇപ്പൊ വരും. കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലാസ്കിൽ കുറച്ച് കാപ്പിയുണ്ട്. കഴിക്കാനുള്ള മരുന്ന് ഇത് അവിടെ ഉണ്ട്. നേരെ ഒരുപാടായി. മാമൻ എവിടെ പോയായിരുന്നു? എങ്ങനെയുണ്ട്? എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ വാണിയംകുളം കച്ചവടത്തിന് പോയതാ. അത് കഴിഞ്ഞ് പെരുമ്പലാവിൽ വന്ന് രമണിയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാ ഇപ്പൊ വരണേ. എന്നാ മാമ ഞാൻ ഇറങ്ങാം. മോൾ പോയിക്കോ. അമ്മേ ശരി. ഇറങ്ങട്ടെ, ലേറ്റ് ആയില്ലേ? ശരിയാണ്, ഞാൻ വരാം. ബസ്സുമല്ലേ? ഞാൻ വേണേ അങ്ങോട്ടാക്കി തരാം. വേണ്ട സാറില്ല, ഞാൻ അങ്ങോട്ടാ. വാ. ഈ കവറ് അത് പിടിക്കണം. ഇത് നമ്മളെ കിളിയെത്തിയ നമ്മളെ ചന്ദ്രട്ട മംഗളല്ലേ? എന്താ അവിടെ? ഈ സ്ഥലം ഏതാ നിനക്കറിയോ? കണക്കെന്താടാ വിളിച്ചടപാട്? നിന്നോട് ചോദിച്ചത്. ഏതാണ് കവർ പോട്ടെ. അന്നെ വിളിച്ചു കേട്ടോടാ. ഈ അല്ലാണ്ട് കൊടുക്കല്ലേ? നിളമണൽ തരികളിൽ നിറനിലാരാവുകൾ, പുലരികൾ സന്ധ്യകൾ, മതിവരാ താളമാ